ദൈവത്തിൻ്റെ മനസ്സിതാണ്. നമ്മൾ ഈ ശുശ്രൂഷയിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ട് പോകാതെ കൂടുതൽ ശക്തിപ്പെട്ടു നോക്കിക്കേ, പിശാചിന് അധികാരമില്ലാതാവും. ഞാൻ ഒത്തിരി ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ട്. തഴക്ക ദോഷങ്ങളിൽ പെട്ട് കഴിയുന്ന ഒത്തിരി പേര് വന്നിട്ട് പറയും വീണ്ടും അതേ തെറ്റ് തന്നെ. അപ്പോൾ ആ തെറ്റുകളെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന തെറ്റുകളെ വീണ്ടും വീണ്ടും കുമ്പസാരിക്കണം. കാണുന്ന പ്രതിഭാസം കുറച്ചു നാളുകൾക്ക് ശേഷം അവര് എന്നേക്കുമായ തെറ്റുകളിൽ നിന്ന് ഈശോ അവരെ മോചിപ്പിച്ചെടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. നമ്മളിന്ന് ദൈവത്തിൻ്റെ ഈ ശക്തിയും തേജസ്സും സ്വീകരിച്ചുകൊണ്ട് നമ്മളിത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്ത കർത്താവ് പ്രേരിപ്പിച്ചതനുസരിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഒരു പക്ഷെങ്കിൽ നമുക്ക് വിശ്വാസത്തിന് കുറവില്ല എങ്കിലും ഈ കാലം നമ്മളെ വല്ലാതെ ഉലയ്ക്കുന്ന സാത്താൻ്റെ പല നുണചിന്തകൾ നമ്മളുടെ തലയിലേക്ക് കിട്ടി നമ്മളെ ഉലച്ചു കളയുന്ന ചില സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പോഴേ ഇന്ന് നമ്മൾ അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമുക്കെതിരെ, നമ്മുടെ വിശ്വാസത്തിനെതിരെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു വിഷയത്തെ ഈശോ എന്താണ് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ശ്രദ്ധയോടെ ഒന്ന് ശ്രവിക്കാം. ഈ കാലഘട്ടത്തിൽ വല്ലാതെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പരിശുദ്ധ കുമ്പസാരം എന്നുള്ളത്. കുമ്പസാരത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വർഷങ്ങളായി നിങ്ങൾ വിശുദ്ധ കുമ്പസാരത്തെ ഗൗരവത്തോടെ കാണുകയും പ്രാർത്ഥിക്കുകയും കുമ്പസാരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. പക്ഷേ സാത്താൻ ഈ കുമ്പസാരത്തെ വല്ലാതെ ഭയപ്പെടുന്നു എന്നതിൻ്റെ അടയാളങ്ങളാണ് ഈ കാലഘട്ടങ്ങളിൽ കാണുന്നത്. എന്തുകൊണ്ടാണ് ഒത്തിരിയേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യാമായിരുന്നിട്ടും ഈ വിഷയങ്ങളൊക്കെ മാത്രം ചർച്ച ചെയ്യുന്നത്? ഈ വിഷയത്തെ സാത്താൻ വല്ലാതെ ഭയപ്പെടുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ പരിശുദ്ധമായ കുമ്പസാരത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനം എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് പറയാനാണ്. മാധ്യമങ്ങൾ എന്തു പറയുന്നു, പാർട്ടികൾ എന്തു പറയുന്നു, പൊതുസമൂഹം എന്തു പറയുന്നു എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ മക്കളോട് ദൈവത്തിന് എന്താണ് പറയാനുള്ളത്, അതാണ് നമ്മൾ ഈ 10-15 മിനിറ്റ് കൊണ്ട് ചർച്ച ചെയ്ത് ആശീർവാദം സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ, സ്വരമേർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനുഷ്യരെന്തും പറഞ്ഞുകൊള്ളട്ടെ, പക്ഷേ കുമ്പസാരത്തെ സാത്താൻ ഭയപ്പെടുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. കുമ്പസാരത്തെക്കുറിച്ച് ഐറേനിയോസ് പിതാവ് 2 ആഴ്ചയ്ക്ക് മുൻപ് അദ്ദേഹം പങ്കുവെച്ച ഒരു സംഭവമാണ്. അദ്ദേഹം അഞ്ചൽ കോളേജിൻ്റെ പ്രിൻസിപ്പാളായിരിക്കുന്ന സമയം വൈദികനായി ബഹുമാനപ്പെട്ട സാമുവേൽ കാട്ടുകല്ലിലച്ചൻ അദ്ദേഹം അഞ്ചൽ കോളേജിൻ്റെ പ്രിൻസിപ്പാളായിരിക്കുമ്പോൾ അഞ്ചൽ കോളേജ് അഞ്ചൽ പള്ളിയുടെ വികാരിയായിരിക്കുമ്പോഴും അദ്ദേഹത്തെ ഒരു പ്രത്യേക ശുശ്രൂഷയായിരുന്നു ഈ കരിസ്മാറ്റിക് ശുശ്രൂഷയിൽ. അദ്ദേഹം അനേകർക്ക് കുമ്പസാരം കൊടുക്കും. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കുമ്പസാരിപ്പിക്കാനായിട്ട് അനേകരെ കൊണ്ടുവരുന്ന ഒരു ദൈവത്തിൻ്റെ ഉപകരണമായിരുന്നു ബഹുമാനപ്പെട്ട സിബി മാത്യു സാർ IPS. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സിബി മാത്യു സാറിനെ കുറിച്ച്. സിബി മാത്യു സാർ IPS അദ്ദേഹം ഈ നവീകരണ ശുശ്രൂഷയിലാണ്. ഇപ്പോഴും അദ്ദേഹം കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ ദാനിയേൽ പൂർണ്ണത്തിലച്ഛൻ്റെ ധ്യാന കേന്ദ്രത്തിൽ അവിടെ പോയപ്പോൾ അദ്ദേഹം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാർത്ഥനാ സഹായമൊക്കെ അയച്ചുകൊണ്ട്. അപ്പം ഞാൻ പറയുന്നത്
ബഹുമാനപ്പെട്ട സിബി മാത്യു സാറ് ഐറേനിയസ് പിതാവിൻ്റെ അടുത്ത്, അന്നത്തെ സാമുവൽ കാട്ടുകല്ലിൽ അച്ഛൻ്റെ അടുത്ത് അനേകരെ കുമ്പസാരിപ്പിക്കാനായി കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം സിബി മാത്യു സാറ് ഒരാളെ കൊണ്ടുവന്നു. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ബിസിനസ് ആയിരുന്നു, നല്ല നിലയിലായിരുന്നു, അദ്ദേഹം അതെല്ലാം തകർന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വിശ്വാസമുണ്ട്, പക്ഷേ അന്ധവിശ്വാസങ്ങളും വല്ലാതുണ്ട്. അതുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങൾ മൂലം അദ്ദേഹം പലയിടത്ത് പോയി കൂടോത്രവും മന്ത്രവാദവും ഒക്കെ ചെയ്ത് വീട്ടിലെല്ലാം കൊണ്ടുവന്ന് വെച്ച് സേവിച്ച് അവസാനം ഇപ്പോൾ അദ്ദേഹം തലമന്ദത പിടിച്ച് ഉറക്കമില്ലാതെ അദ്ദേഹം ഏകദേശം 1 വർഷത്തോളമായി ഉറങ്ങിയിട്ടെന്ന്. ചെന്ന് കിടക്കും, ഒരു മയക്കം പോലെ വരും, ചാടി എഴുന്നേൽക്കും, ഭയമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഭ്രാന്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്, സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വിഗ്രഹാരാധനയെ എല്ലാം ഏറ്റുപറയാൻ നല്ലൊരു കുമ്പസാരം നടത്താൻ ഞാൻ ഒരുക്കിയിട്ടുണ്ട്, അച്ഛൻ കുമ്പസാരിപ്പിക്കണം. അങ്ങനെ അദ്ദേഹം മുട്ടുകുത്തി. അച്ഛൻ ഏതാണ്ട് 3/4 മണിക്കൂറോളം എടുത്ത് നല്ല ഒരു കുമ്പസാരം നടത്തി. ഐറേനിയസ് പിതാവ് പറയുകയാണ്, അന്ന് ഐറേനിയസ് പിതാവ് അദ്ദേഹത്തിന് കുമ്പസാരക്കൂട്ടിൽ വെച്ച് തന്നെ ഈശോയുടെ നാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയിൽ രക്തസാക്ഷികളുടെ രക്തത്തിൻ്റെ ശക്തിയിൽ ചേർന്നതുകൊണ്ട് ഒരു ഡെലിവറൻസ് കൊടുത്തുകൊണ്ട് തന്നെ കുമ്പസാരം നടത്തി. അതിനുശേഷം ഐറേനിയസ് പിതാവ് പറയുകയാണ്, എനിക്കൊരു കൗതുകം, ഇതിനെന്ത് സംഭവിച്ചു എന്നറിയണമല്ലോ. കാരണം 1 വർഷമായി ഉറങ്ങിയിട്ടെന്ന് പറഞ്ഞാൽ വല്ലപ്പോഴും ഒരു മയക്കം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല, സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ തലമന്ദത പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ആത്മഹത്യയുടെ വക്കിലെത്തിയൊരു ജീവിതം. അപ്പോൾ അടുത്ത ദിവസം എന്ത് സംഭവിച്ചു, സ്വസ്ഥമായോ സമാധാനമായോ എന്നറിയാൻ വേണ്ടി അന്വേഷിച്ചു. പക്ഷേ മറുപടി ഒന്നുമില്ല. സിബി മാത്യു സാറും അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്, പക്ഷേ സിബി മാത്യു സാറിനും ഉത്തരമൊന്നുമില്ല. 1.5 ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം ഫോൺ അറ്റൻഡ് ചെയ്തു. അദ്ദേഹം പറയുന്നത് ഇതാണ്, കഴിഞ്ഞ 18 മണിക്കൂറായി ഈ മനുഷ്യൻ ഉറങ്ങിപ്പോയി. 18 മണിക്കൂർ സമയത്തേക്ക് ഈ മനുഷ്യൻ 1.5 ദിവസം, ഏകദേശം 1.5 ദിവസം അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി 18 മണിക്കൂർ നീണ്ട ഉറക്കത്തിലായിപ്പോയി മനുഷ്യൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കുമ്പസാരത്തിന് ശക്തിയില്ല എന്ന് പറയുന്നത് പിശാചാണ്. കാരണം അവൻ ഈ കുമ്പസാരത്തെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. പിശാച് പറയും കുമ്പസാരത്തിന് ശക്തിയില്ല എന്ന്. കുമ്പസാരത്തിൽ നിന്ന് വിശ്വാസികളെ അകറ്റാൻ പിശാച് എല്ലാ കെണികളും ഒരുക്കും. എന്താണെന്നറിയാമോ? പിശാചിന്റെ പിടി അയക്കുന്ന ശുശ്രൂഷയാണ് കുമ്പസാരം. എന്താണ് അവിടെ നടക്കുന്നത്? 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഒന്ന്, ഞാനും നിങ്ങളും ഒരു കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തി എന്നറിയുമ്പോൾ പിശാച് വിറയ്ക്കുന്നതിന്റെ കാരണം അവന് മുട്ടുകുത്താൻ അറിയാത്തത് കൊണ്ടാണ്. നാം മുട്ടുകുത്തി ദൈവത്തിന്റെ മുൻപിൽ എളിമപ്പെട്ടു. അത് എത്ര വലിയവനാണെങ്കിലും കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തി എന്നറിയുമ്പോൾ പിശാചിന്റെ പിടി അയ. ഇവിടേക്ക് വന്ന ഒരു മർത്തോമായിലെ ഒരു യുവാവ്, ഡൊമിനിക് ബ്രദർ അദ്ദേഹത്തോട് പറഞ്ഞു കുമ്പസാരിക്കണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ മർത്തോമായിലെ ആളാണ്. ഡൊമിനിക് ബ്രദർ പറഞ്ഞു, അതൊന്നും വിഷയമല്ല, കുമ്പസാരിക്കണം. ഞാനും അദ്ദേഹത്തോട് പറഞ്ഞു, മക്കളെ, നീ കുമ്പസാരിക്കുമ്പോൾ നീ നിന്റെ ദൈവത്തോടാണ് പറയുന്നത്, ഞാൻ പാപിയാണ്. നീ എളിമപ്പെട്ടാൽ മതി, നിന്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാകും. അവൻ വന്നത്, അവന് ജോലിയില്ല, വർഷങ്ങളായിട്ട് ജോലിക്ക് അന്വേഷിച്ച് നടക്കുകയാണ്. ഒരു വാതിലും തുറക്കുകയില്ല. അങ്ങനെ ചെങ്ങന്നൂരിൽ നിന്ന് വന്നതാണ് ആ ചെറുപ്പക്കാരൻ. അവന് കുമ്പസാരിക്കാൻ അറിയത്തില്ല, അറിയാവുന്ന രീതിയിലൊക്കെ പഠിപ്പിച്ചു. അവൻ ഒരു പ്രഭാതത്തിൽ ബലിക്ക് മുമ്പ് വന്ന് അവൻ കുമ്പസാരിച്ചു.
അവൻ പ്രാർത്ഥിച്ചു, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് വിട്ടു. ആ ആഴ്ചയിൽ തന്നെയാണ് അല്ലേ ആറാമത്തെ ആഴ്ചയിൽ അവനോട് പറഞ്ഞു 7 ആഴ്ച ഇവിടെ വരണമെന്നായിരുന്നു. 6-ാമത്തെ ആഴ്ചയിൽ അവന് വിദേശത്തൊരു ജോലി ചെയ്ത് മിനിസ്ട്രിയിൽ, അവൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തെ, അവൻ പ്രതീക്ഷിച്ചില്ല, അവൻ വിചാരിച്ച ഒരു സാധാരണ കമ്പനിയിൽ അവന് ജോലി തുറന്നു കൊടുത്തു. എന്താണ് കാരണം? നമ്മുടെ ജീവിതത്തിന്റെ മേൽ പിടിമുറുക്കിയിരിക്കുന്ന പിശാചിന്റെ കെട്ട് അഴിയുന്ന ശുശ്രൂഷയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ കുമ്പസാരക്കൂട്ടിൽ നടക്കുന്നത്. അതെന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 23-24 തിരുവചനങ്ങളിലാണ് അതിന്റെ പൊരുൾ കിടക്കുന്നത്. റോമർ 3-ാം അധ്യായം 23, 24, 25 തിരുവചനങ്ങൾ. വചനം ഇതാണ്: എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. പിശാച് എല്ലാവരുടെ മേൽ പിടിമുറുക്കി എന്നർത്ഥം. പിശാചാണ് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഐശ്വര്യപ്പെടാൻ വിടാത്ത വിധം പിടിമുറുക്കിയിരിക്കുന്നത്. വചനം പറയുകയാണ്, ദൈവത്തിന്റെ മഹത്വത്തിന് നമ്മൾ അയോഗ്യരായി. ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ തേജസ് നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ശോഭിക്കണമെന്നാണ്. ദൈവത്തിന്റെ മഹത്വം പേറി ഐശ്വര്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ! സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ! ദൈവത്തിന്റെ ആഗ്രഹം നമ്മൾ ഐശ്വര്യത്തോടെ ജീവിക്കണമെന്നാണ്. പക്ഷേ പിശാച് പിടിമുറുക്കി ദൈവ മഹത്വത്തിന് അയോഗ്യരായി നമ്മൾ. പിശാച് നമുക്ക് മേൽ നിഴൽ വിരിച്ചു. അടുത്ത വചനം, അവർ ആര്? ഈ പാവപ്പെട്ട നമ്മൾ അവിടുത്തെ കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ യേശുക്രിസ്തു വഴി ഉള്ള വീണ്ടെടുപ്പിലൂടെ സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. നമ്മൾ ദൈവത്തിന്റെ കൃപയാൽ, ദൈവം ഒരു കൃപ ചെയ്തു. എന്താണെന്നറിയാമോ? തന്റെ പൊന്നോമന മകനെ നമുക്ക് വേണ്ടി കാൽവറിയിൽ കൊത്തി നുറുക്കാൻ വേണ്ടി വിട്ടുകൊടുത്തു. ഈ സൗജന്യമായ വീണ്ടെടുപ്പ്, ഈ പ്രക്രിയ നടക്കുന്ന ഇടമാണ് കുമ്പസാരക്കൂട്. യേശുക്രിസ്തുവിന്റെ കൊത്തിനുറുക്കപ്പെട്ട ശരീരത്തിൽ നിറ്റിറ്റു വീഴുന്ന രക്തത്തോട് നമ്മൾ ചേർന്നിരിക്കുന്ന പ്രക്രിയയാണ് കുമ്പസാരക്കൂട്. ആ കുമ്പസാരക്കൂട്ടിൽ അവന്റെ കുരിശ് വെട്ടിക്കീറി രൂപപ്പെടുത്തിയ ആ കുമ്പസാരക്കൂട്ടിൽ നമ്മൾ മുട്ടുകുത്തുമ്പോൾ, ചേർന്നിരിക്കുമ്പോൾ പിശാചിന് നമ്മെ കാണാൻ പറ്റുന്നില്ല. കാരണം ആ പുത്രന്റെ രക്തം കൊണ്ട് നമ്മൾ മൂടപ്പെട്ടിരിക്കുകയാണ്. ആ രക്തത്തിൽ നമ്മൾ മുങ്ങിക്കിടക്കുകയാണ്. പിശാചിന്റെ സർവ്വ കെട്ടുകളും അഴിഞ്ഞു. കാരണം പെറ്റ തള്ളയുടെ മുൻപിൽ നഗ്നനായി തൂക്കപ്പെട്ട എന്റെ ദൈവമാണവൻ. 17 മണിക്കൂർ, നീണ്ട 17 മണിക്കൂർ വേദനയോടെ കാൽവറിയുടെ നെറുകയിൽ നൊന്തു വേദനിച്ച് ജീവൻ വെടിഞ്ഞവനാണവൻ. ഒരു തെറ്റും ചെയ്യാത്തവൻ. അവനെ കാൽവറിയുടെ നെറുകയിൽ കുരിശിൽ അടിച്ചു തറച്ചു തൂക്കിയിട്ടു. വില്ലുപോലെ അവന്റെ ശരീരം വളഞ്ഞു. ദിഗന്ധങ്ങൾ മുഴങ്ങുമാർ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു, ദൈവമേ എന്നെ കൈവിട്ടോ? ആകാശം മിണ്ടുന്നില്ല. അപ്പാ എന്നെ കൈവിട്ടോ നീ? അതുപോലെ വേദന. വലതു കൈയിൽ അവൻ ഭാരം കൊടുക്കാൻ നോക്കുന്നു, വലതു കൈ കീറിപ്പോകുന്നത് പോലെ. ഇടതു കൈയിൽ ഭാരം കൊടുക്കാൻ നോക്കുന്നു, ഇടതു കൈ വിണ്ടുകീറുന്നത് പോലെ. കാലിൽ അവൻ ഭാരം കൊടുക്കാൻ നോക്കുന്നു, കാല് വിട്ടുപോകുന്നത് പോലെ. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. വചനം പറയുകയാണ്, അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. അത്ര വേദന. ഒരു തെറ്റും ചെയ്യാത്തവൻ. എന്നിട്ടും എന്തിനാണെന്നറിയാമോ സഹിച്ചത്? ഈ കുമ്പസാരക്കൂട്ടിൽ നീയും ഞാനും മുട്ടുകുത്തുമ്പോ
പിശാചിന്റെ കെട്ടുകൾ എന്നേക്കുമായി അഴിയണം. ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം ഈ കുമ്പസാരക്കൂട് നമുക്ക് വേണ്ടി തന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം നമ്മൾ അറിയണം. അവൻ കൊതിക്കുന്നു നമ്മൾ ഈ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തണം. അപ്പോൾ ഒരുപക്ഷെ മാധ്യമങ്ങളൊക്കെ അതിനെ വല്ലാതെ വികൃതമാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. അതിന്റെ പിന്നിൽ മാധ്യമങ്ങൾ നടത്തുന്ന ആ ഓർഗനൈസേഷന്റെ അധികാരികളോ അല്ല. അതിന്റെ പിന്നിൽ ചരട് വലിക്കുന്നത് പിശാചാണ്. ഇത് കാണാൻ ഒരു വിശ്വാസിയുടെ കണ്ണ് തുറക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുകയാണ്, ഇത് വിശ്വസിക്കണം. കാരണം റോമർ 3:25 വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമായി ദൈവം അവനെ നിശ്ചയിച്ചു തന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ഒരു അച്ഛൻ നടത്തുന്ന, ഒരു മനുഷ്യൻ നടത്തുന്ന പ്രക്രിയയല്ല. ഇത് ദൈവം നടത്തുന്ന പ്രക്രിയയാണ്. സഭയെ ഏൽപ്പിച്ച അധികാരമാണ്. വിശ്വാസം വഴി ഇത് വിശ്വസിക്കുന്നവർക്കുള്ളതാണ്. വിശ്വാസം വഴി സംലബ്ധമാകുന്ന രക്തം കൊണ്ടുള്ള പാപപരിഹാരമാണിത്. യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ടുള്ള പാപപരിഹാരമാണിത്. ഈ പരിഹാരം നടക്കുന്നത് അവന്റെ രക്തം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കുമ്പസാരക്കൂടിനെ പിശാച് വല്ലാതെ ഭയപ്പെടുന്നു. അവന്റെ കയ്യിലെ ഉപകരണങ്ങളെ കൊണ്ടവൻ ഇതിനെതിരെ വല്ലാത്ത രീതിയിൽ ചിത്രങ്ങൾ അവതരിപ്പിക്കും. തളരരുത്. ദൈവത്തിന്റെ ദൂത് നമ്മൾ കേൾക്കണം. കാരണം ദൈവം അരുളി ചെയ്യുന്നത്, നീ പാപം ഏറ്റുപറയണം. യഥാർത്ഥത്തിൽ എന്താണ് ഈ കുമ്പസാരത്തിനെതിരെ പിശാച് ഈ കെണി വെക്കാനുള്ള കാരണം? ഞാനതിന്റെ ബലഹീന വശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഭൂമിയിൽ നടന്ന വിഷയങ്ങളൊന്നും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ആ വിഷയങ്ങളെയൊക്കെ കൈകാര്യം ചെയ്തിട്ട് നമ്മളുടെ വിശ്വാസം കെടുത്തുന്നത് എന്തുകൊണ്ടാണ്? അതിന്റെ കാരണം സങ്കീർത്തന പുസ്തകം 32 അധ്യായം 5 തിരുവചനത്തിൽ പറയുകയാണ്. സങ്കീർത്തനം 32:5, എന്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു, എന്റെ അകൃത്യം ഞാൻ മറച്ചുവെച്ചില്ല, എന്റെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ എന്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ശ്രദ്ധിക്കണം, ഏറ്റുപറയാത്ത പാപം ക്ഷമിക്കപ്പെടുകയില്ല. പിശാചിനറിയാം. ഇത് നമ്മൾ ഏറ്റുപറഞ്ഞില്ലെങ്കിൽ ഇത് ക്ഷമിക്കപ്പെടുകയില്ല. എന്നേക്കുമായി അവന് നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിന് മേൽ പിടിമുറുക്കാം. ഇത് പിശാചിനറിയാം. ഇതുകൊണ്ടാണ് അവൻ ഈ വിരോധം, ഈ വിദ്വേഷം, ഈ അമർഷം ഈ സമൂഹത്തിൽ കാട്ടുതീ പോലെ പടർത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏറ്റുപറയാത്ത പാപം കടമായി കിടക്കുമെന്ന് പിശാചിനറിയാം. അവൻ എന്നേക്കുമായി കയറിയിറങ്ങാനുള്ള വേദിയായി നമ്മുടെ ജീവിതങ്ങൾ മാറും. വീണ്ടും സുഭാഷിതങ്ങളുടെ പുസ്തകം 28 അധ്യായം 13 തിരുവചനം പറയുന്നു, തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കും എനിക്കും കരുണ ലഭിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു ശക്തിയേ ഉള്ളൂ, അതാണ് പിശാച്. അതുകൊണ്ട് അവൻ ഈ കുമ്പസാരത്തെ വികൃതമാക്കി അവതരിപ്പിക്കും. തളരരുത്. 1-2 സംഭവങ്ങൾ, 2000 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലുള്ള സംഭവങ്ങൾ, 2000 വർഷങ്ങൾ കൊണ്ട് സഭയ്ക്കെതിരെ ഇതുപോലെ ഒത്തിരി വിഷയങ്ങൾ, വിവാദങ്ങൾ, ദുരുപദേശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ ഏറ്റുപറഞ്ഞ് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, ബലഹീനർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ വിശ്വാസത്തിൽ പതറരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് 5:16 തിരുവചനം പറയുകയാണ്, നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി
പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവേൻ. വചനം പറയുകയാണ്, സൗഖ്യം പോലും ഈ കുമ്പസാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇത് ഏറ്റുപറയണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹോസിയയുടെ പുസ്തകം 14-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: കുറ്റമേറ്റു പറഞ്ഞ് കർത്താവിന്റെ അടുക്കലേക്ക് തിരിച്ചു വരിക. കുറ്റമേറ്റു പറഞ്ഞ് കർത്താവിന്റെ അടുക്കലേക്ക് തിരിച്ചു വരിക എന്ന് വെച്ചാൽ, കർത്താവിനോട് കുറ്റം ഏറ്റ് പറയുവാൻ നമുക്ക് സാധിക്കണം. ഏറ്റു പറയണം. അവിടുത്തോട് പറയുക, അകൃത്യങ്ങൾ അകറ്റണമേ, നന്മയായത് അവിടുന്ന് സ്വീകരിച്ചാലും. ബൈബിൾ മുഴുവനും ഈ ഏറ്റുപറച്ചിൽ അനിവാര്യമാണ്. അതുകൊണ്ടാണ് പിശാച് ഇതിനെതിരെ ഇത്രമാത്രം ശക്തമാകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറമ്യ 3:13 നമ്മൾ വായിക്കുന്നു: നിന്റെ ദൈവമായ കർത്താവിനോട് നീ മറുതലിച്ചു, പച്ചമരങ്ങളുടെ കീഴിൽ അന്യദേവന്മാർക്ക് നീ നിന്നെ തന്നെ കാഴ്ചവെച്ചു, നീ എന്നെ അനുസരിച്ചില്ല. ഈ കുറ്റങ്ങൾ നീ ഏറ്റുപറഞ്ഞാൽ മതി. കർത്താവ് അരുളി ചെയ്യുന്നു. ഇത് ഏറ്റുപറയണം. ഇത് ഏറ്റുപറയുന്നതിന്റെ പേരാണ് കുമ്പസാരം, അല്ലാതെ മാധ്യമങ്ങൾ പറയുന്നതല്ല കുമ്പസാരം. ഇത് ദൈവത്തിന്റെ ചങ്കാണ്, ഇത് ദൈവത്തിന്റെ മനസ്സാണ്. നീ അനുഗ്രഹിക്കപ്പെടാൻ, പിശാചിന്റെ നരകത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം കനിഞ്ഞു തന്ന ഏകപുത്രന്റെ കുരിശ് കുത്തി നുറുക്കി തന്ന രൂപപ്പെടുത്തിയ ഈ കരുണയുടെ കുമ്പസാരക്കൂട്ടിൽ നമ്മൾ മുട്ടുകുത്തണം. ആഴ്ചയിലെ വികാരിയായിരുന്ന ജോൺ മരിയ വിയാനി പുണ്യവാൻ ഒരു കുപ്രസിദ്ധ ഗ്രാമത്തെ മുഴുവനും മാനസാന്തരപ്പെടുത്തിയ ആഴ്ചയിലെ ആ വികാരി എങ്ങനെയാണെന്നറിയാമോ? ആ ഗ്രാമത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്തിയത് കുമ്പസാരക്കൂട്ടിലൂടെ മണിക്കൂറുകൾ ഇരുന്ന് കുമ്പസാരിപ്പിക്കുമായിരുന്നു. കാരണം അദ്ദേഹത്തിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത സത്യം ഇതാണ്: പരിശുദ്ധ കുമ്പസാരത്തിലൂടെ മാത്രമേ പിശാചിന് പൂർണ്ണമായ അവകാശം എന്നേക്കുമായി നഷ്ടപ്പെടുകയുള്ളൂ. പരിശുദ്ധ കുമ്പസാരം, പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് കുറ്റങ്ങൾ ഏറ്റുപറയാൻ ദൈവം ഒരുക്കിയ ഈ സഭയുടെ ശുശ്രൂഷ, ഇത് സഭയ്ക്ക് നൽകിയ ശുശ്രൂഷയാണ്. അതാണ് മത്തായി 16:16 മുതൽ 19 വരെ ശമയോൻ പത്രോസ് പറഞ്ഞു: നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുളി ചെയ്തു: യോനായുടെ പുത്രനായ ശമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു. ഈശോ പറയാണ്, ദൈവം പറയാണ്, ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്. ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഇത് ദൈവം സഭയ്ക്ക് നൽകിയ, പുരോഹിതർക്ക് നൽകിയ, പൗരോഹിത്യത്തിന് നൽകിയ, തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് നൽകിയ അധികാരമാണ്. ദൈവം തന്ന അധികാരമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിൽ സംശയിക്കരുത്. ഇതിൽ കൂടുതൽ ആഴപ്പെടണം. ഇതാണ് ദൈവമക്കളിൽ നിന്ന് ദൈവാത്മാവ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ ഈ സഭയുടെ ശുശ്രൂഷയിൽ തളരാതെ നമുക്ക് മുന്നേറാം. അനേക വൈദികർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ പൗരോഹിത്യ ശുശ്രൂഷയിൽ ദൈവത്തോട് നിരന്തര ബന്ധത്തിലായിരുന്നു കൊണ്ട് ഈ കുമ്പസാരക്കൂട്ടിലിരിക്കാൻ വൈദികർക്ക് വേണ്ടി നമ്മൾ കരങ്ങൾ ഉയർത്തണം. നമ്മൾ പ്രാർത്ഥിക്കണം. അവരെ ദൈവത്തിൻ്റെ ആത്മശക്തിയാൽ പൂരിതരായി കുമ്പസാരക്കൂടുകളിൽ അവരെ വ്യാപരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മനസ്സിതാണ്. നമ്മൾ ഈ ശുശ്രൂഷയിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ട് പോകാതെ കൂടുതൽ ശക്തിപ്പെട്ടു നോക്കിക്കേ, പിശാചിന് അധികാരമില്ലാതാവും. ഞാൻ ഒത്തിരി ഉദാഹരണങ്ങൾ എനിക്ക് പറയാനുണ്ട്.
തഴക്കദോഷങ്ങളിൽ പെട്ട് കഴിയുന്ന ഒത്തിരി പേര് വന്നിട്ട് പറയും വീണ്ടും അതേ തെറ്റ് തന്നെ. അപ്പോൾ ആ തെറ്റുകളെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന തെറ്റുകളെ വീണ്ടും വീണ്ടും കുമ്പസാരിക്കണം. കാണുന്ന പ്രതിഭാസം കുറച്ചു നാളുകൾക്ക് ശേഷം അവര് എന്നേക്കുമായ തെറ്റുകളിൽ നിന്ന് ഈശോ അവരെ മോചിപ്പിച്ചെടുക്കും. പിശാച് പടിപടിയായിട്ട് പിടിയയും ഈ കുമ്പസാരത്തിൽ. അത് എത്ര വലിയ കെട്ടുകളാണെങ്കിലും ഇത് നിങ്ങൾ വിശ്വസിക്കണം, ഇത് ദൈവത്തിന്റെ ശുശ്രൂഷയാണ്. അതുപോലെ തന്നെ മനസ്സിലുള്ള മറ്റൊരു ആശങ്ക പലർക്കുമുണ്ട്. ഇതെല്ലാം ഈ വൈദികരിങ്ങനെ ഓർത്തിരിക്കും. ഞാൻ 20 വർഷമായി വൈദികനായിട്ട് ഇതെല്ലാം ഓർത്തിരുന്നായിരുന്നെങ്കിൽ എൻ്റെ തല ബലൂണ് പോലെ വീർത്ത് പൊട്ടി തകർന്നരിപ്പണമായനെ. എന്തുകൊണ്ടും ധ്യാന കേന്ദ്രങ്ങളിൽ തന്നെ പോയി കുമ്പസാരിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതെന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് ദൈവം നിന്റെ പാപം ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം മറന്നു എന്നാണ്. ദൈവം മറന്ന ഒരു കാര്യം ഓർത്തിരിക്കുകയില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഒരു കാര്യം ദൈവത്തിന്റെ പൈതൽ വന്ന് സങ്കടത്തോടെ പാപത്തെ അവതരിപ്പിച്ചാൽ പറഞ്ഞാൽ ആ കുമ്പസാരക്കൂട്ടിൽ വെച്ച് തന്നെ ഇത് മറന്നു പോകുന്നു. കാരണം ദൈവത്തിന്റെ രീതി അതാണ്. ദൈവം നിന്റെ പാപം ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ, പൊറുത്തു എന്ന് പറഞ്ഞാൽ അവൻ മറന്നു എന്നാണ്. ഇതിന് മാനുഷികമായിട്ടൊരു പക്ഷമുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്റെ അനുഭവം ഇതിനെ വ്യാഖ്യാനിക്കാൻ എനിക്കറിയത്തില്ല. എന്റെ അനുഭവം പറയുകയാണ്, ഇത് മറന്നുപോകും. പിശാചൊരുക്കുന്ന കെണികളും നുണചിന്തകളും ഓർത്ത് നിങ്ങൾ വേവലാതിപ്പെടരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് ദൈവത്തിന്റെ ശുശ്രൂഷയാണ്, അഭിഷേക ശുശ്രൂഷയാണ്. ഈ കുമ്പസാരം ദൈവം നമുക്ക് സഭയ്ക്ക് നൽകിയ അനുഗ്രഹമാണ്. നമുക്ക് ശക്തമായി ആത്മീയമായി വളരാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ മേഖലകളിലൊക്കെ വലിയ വിടുതൽ നേടാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.